ഇപ്പോൾ നമ്മോടൊപ്പം ടി.ബി. ബിനി ചേരുന്നുണ്ട്. ഒരുപക്ഷെ ഇന്നലെ ഈ വിധി ഇനി ശ്രദ്ധിച്ചിരിക്കുമെന്ന് തോന്നുന്നു. അലഹബാദ് ഹൈക്കോടതിയുടെ വിധി വരുന്നതിനകത്ത് ഏത് തരത്തിലുള്ള പരാമർശവും ഒരുപക്ഷെ നിയമ പീഠത്തിലിരിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു പോയൊരു സമയമായിരുന്നു. എന്തായാലും സുപ്രീം കോടതി ഇതിലൊരു ഇടപെടൽ നടത്തിയിരിക്കുന്നു. ഇത്തരമൊരു സാഹചര്യം എങ്ങനെയാണ് നമ്മുടെ നീതിപീഠത്തിന് പറയാൻ കഴിയുന്നത്? അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. നമ്മളിപ്പോ ഇന്നത്തെ നമ്മളുടെ ഇന്ത്യൻ സാഹചര്യത്തിലെ ജുഡീഷ്യറിയിൽ വരുന്ന കറപ്ഷനും ജുഡീഷ്യറിക്ക് ഇത്തരം വിഷയങ്ങളോട് കാണിക്കുന്ന സമീപനം നേരത്തെ സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്ന നിരവധി വിധികൾക്കെതിരാണ്. അതുപോലെ തന്നെ നിയമത്തിനുമെതിരാണ്. ഇപ്പൊ പോക്സോ കേസാണെങ്കിലും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള സ്ത്രീകൾക്കെതിരായിട്ടുള്ള ലൈംഗിക ചുവയായിട്ട് ബന്ധപ്പെട്ടുള്ള DV ആക്ട് ആണെങ്കിലും എല്ലാ ആക്ടുകളുടെയും പറവിയിൽ വരുന്ന സെക്ഷൽ ചുവയോട് കൂടിയിട്ടുള്ളതോ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് മാനഹാനി ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാം സെക്ഷൽ ഓഫൻസിൽ വരുന്നതാണ്. അപ്പൊ ഇത് വളരെ വ്യക്തമായി നമ്മുടെ നിയമത്തിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്റർപ്രറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എന്നിട്ട് ഒരു കോടതി അതിലേക്ക് പോവുക എന്ന് പറയുന്നത് അതില് ആ കോടതിയുടെ വ്യക്തിപരമായ ഇത്തരം വിഷയങ്ങളോടുള്ള സമീപനം മാത്രമാണ് എന്നാണ് എനിക്കതിൽ പറയാനുള്ളത്. സുപ്രീം കോടതി സ്റ്റേ ചെയ്ത് നമ്മൾ സ്വാഗതം ചെയ്യുന്നത്. സുപ്രീം കോടതി ഇടപെടലും വളരെ നന്നായി. അല്ലെങ്കിൽ മറ്റു തരത്തിൽ രാജ്യത്തൊരു വലിയ പ്രതിഷേധം ഇതുമായി നമുക്ക് ഭയങ്കര ഇൻസൾട്ട് ഉണ്ടായ ഒരു വിധിയാണ്. ഓരോ വ്യക്തിക്കും ഇൻസൾട്ട് ഉണ്ട്. സ്ത്രീകൾക്ക് മാത്രമല്ല, സൊസൈറ്റിയിലെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള മുഴുവൻ ആളുകളെ സംബന്ധിച്ചും ഇന്ത്യൻ ജനതയെ സംബന്ധിച്ചും അങ്ങേയറ്റത്തെ ഇൻസൾട്ട് ഉണ്ടായിട്ടുള്ള ഒരു വിധിയായിരുന്നു അത്. വളരെയധികം നന്ദി ശ്രീ ടി.ബി. ബിനി പ്രതികരിച്ചതിന്. ഒരുപക്ഷെ ദിവിഷ്, നമ്മുടെ കീഴ്ക്കോടതികൾക്ക് മുകളിൽ മേൽക്കോടതികളുള്ളത് എത്രമാത്രം നല്ലതാണ് എന്ന് ആശ്വാസകരമാണ് എന്നുള്ള ഒരു ചിന്ത കൂടിയാണ് ഒരുപക്ഷെ സുപ്രീം കോടതിയുടെ തീരുമാനം വന്നാൽ ഉടനടി അതിൽ ഇടപെടൽ ഉണ്ടാകുന്നു എന്നത് വലിയ കാര്യമാണ്. സുപ്രീം കോടതി തന്നെ സ്വമേധയാ അതിൽ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. എന്തായാലും തിരുത്തലുകൾ വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം.